നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇ.ഡി. റെയ്ഡും അതുമായി ബന്ധപ്പെട്ട അക്രമവും ഒക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്. സ്വാഭാവികമായും എല്ലാവരും ചോദിച്ചൊരു ചോദ്യം, തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സെക്രട്ടേറിയറ്റിന് വെളിപ്പാടകലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാടക വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം എന്തുകൊണ്ട് രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞില്ല? രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞിട്ടും അറിയാത്തതാണോ? പോലീസ് എന്തുകൊണ്ട് കാര്യക്ഷമമായി ഇടപെട്ടില്ല? ഇങ്ങനെയുള്ള സംശയം പലരും ചോദിച്ചു. സ്വാഭാവികമായും എനിക്കും ആ സംശയം തോന്നി. എന്തുകൊണ്ട് കാര്യക്ഷമമായി പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല? രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഈ വിവരം കിട്ടിയിരുന്നെങ്കിൽ അവരെന്തുകൊണ്ട് അത് ആഭ്യന്തരമന്ത്രിയെയോ അല്ലെങ്കിൽ DGPയെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ അറിയിച്ചില്ല? അവരെന്തുകൊണ്ട് ഇതിനൊരു പ്രതിരോധം തീർക്കാനായി ശ്രമിച്ചില്ല എന്നൊക്കെയുള്ള സംശയം സ്വാഭാവികമായും എനിക്കും തോന്നി. പക്ഷേ പിന്നീടാണ് ചിന്തിച്ചപ്പോൾ എനിക്ക് ആ കാര്യം മനസ്സിലായത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ദീർഘദൃഷ്ടിയോടുകൂടിയുള്ളതാണ്. അദ്ദേഹം ആദ്യം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വളരെ കുറഞ്ഞ കാലയളവിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആ സമയത്താണ് ഓപ്പറേഷൻ കുബൈര പോലെയുള്ള ഒരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തു. ഇപ്പോൾ VD സതീശൻ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയും രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ മയക്കുമരുന്നിനെ വരുതിയിലാക്കാനായിട്ട് അതിനെതിരെ പോരാടാനായിട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അതും വളരെ കാര്യക്ഷമമായി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെന്നിത്തലയ്ക്ക് ഈ കാര്യമൊക്കെ ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകാം. കാരണം സർക്കാർ അധികാരമേറ്റെടുത്ത ദിവസം മുതൽ തന്നെ ഈ അന്തം കമ്മികൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സമരങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കുന്നുണ്ട്, അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനായി അവർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് നിർഭാഗ്യവശാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭാഗ്യവശാൽ കേരളത്തിൽ ഒരു രക്തസാക്ഷി കൂടി ഉണ്ടാകാൻ ആർക്കും താല്പര്യമുള്ള ഒരു കാര്യമല്ല, നേതാക്കൾക്കൊഴികെ, CPM നേതാക്കൾക്കൊഴികെ. എന്തായാലും അത് നടന്നില്ല. എന്നു മാത്രമല്ല, പുതിയ സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷം CPMന്റെ നേതൃത്വം തീരുമാനിച്ചത് ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാരിനെ അടിക്കുക എന്നുള്ളതാണ്. സർക്കാരിൻ്റെ എല്ലാ പ്രവൃത്തികളെയും വിമർശിക്കുക എന്നുള്ളതാണ്. സർക്കാരിൻ്റെ അതിനുവേണ്ടി സമൂഹ മാധ്യമം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് പാർട്ടി നേതാക്കൾ അണികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്തംഗമികളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് മെഴുകുന്നത്. എന്തായാലും അന്നത്തെ ആ ED റെയ്ഡ് പോലീസുകാർ അറിഞ്ഞില്ല, രഹസ്യ വിഭാഗം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ ആഭ്യന്തരമന്ത്രിയുടെയോ ഒക്കെ ബുദ്ധിപരമായിട്ടുള്ള, തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. കാരണം ഇത്രയും വലിയൊരു കാര്യം രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊരു വീഴ്ചയാണ്. പക്ഷേ അങ്ങനെ ഒരു വീഴ്ച നമ്മുടെ പോലീസിനോ രഹസ്യാന്വേഷണ വിഭാഗത്തിനോ സംഭവിക്കില്ല. അവിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. അവിടെ കുറേ അന്തം കമ്മികളൊക്കെ എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ED റെയ്ഡ് ഉണ്ടാകുന്നത്. ആ ED റെയ്ഡ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു പ്രതിരോധം പോലീസ് തീർത്തിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയധികം വഷളാകുമായിരുന്നില്ല. അവിടെ ഒരു സഹതാപ തരംഗം പിണറായി വിജയന് കിട്ടുമായിരുന്നു. അന്തം കമ്മികളൊക്കെ മുൻ മുഖ്യമന്ത്രിയെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വാവിട്ട് നിലവിളിച്ചേനെ. അതൊന്നും സംഭവിക്കാതിരിക്കാനാണ് ബുദ്ധിപരമായി ഈ ആഭ്യന്തരമന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ അത്തരമൊരു സമീപനം സ്വീകരിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഇത്തരത്തിലൊരു ED റെയ്ഡ് നടക്കുമ്പോൾ ഈ തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാക്കളൊക്കെ ബ്രാഞ്ച് തലങ്ങളിലേക്ക് വിളിച്ച് അവിടെയുള്ള പ്രവർത്തകർ എത്രയും വേഗം ഇവിടെ സ്ഥലത്തെത്താൻ പറയുന്നു. അങ്ങനെയാണല്ലോ ഇന്നലെ അറസ്റ്റിലായ ഒരു വർക്കല സ്വദേശി പോലും ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ കൊച്ചുവെളുപ്പാങ്കാലത്ത് വർക്കലയിലുള്ള ഒരു പ്രാദേശിക നേതാവ് തലസ്ഥാനത്ത് വരേണ്ട യാതൊരു ആവശ്യവുമില്ലല്ലോ. എന്തായാലും അവിടെ എത്തിയത് നേതാക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ്. അവിടെ എത്തുകയും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ അക്രമ സംഭവം ഉണ്ടാകും എന്നുള്ള കാര്യം ഒരുപക്ഷെ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കണം. അവരൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള, ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള അക്രമങ്ങൾ അവിടെ അരങ്ങേറി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, അവർ വന്ന വാഹനം തല്ലിപ്പൊളിച്ചു, ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റം വരെ ചുമത്തിയിട്ടാണ് 300 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ 26 പേരെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം ഇതറിഞ്ഞ് പോലീസ് ഒരു മുൻകരുതലെടുത്തിരുന്നെങ്കിലോ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. പകരം ED റെയ്ഡിനെ പിണറായി വിജയന് അനുകൂലമായിട്ടുള്ള ഒരു സഹതാപ തരംഗമായി മാറ്റിയെടുക്കാൻ അന്തം കമ്മികൾക്കും MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും കഴിയുമായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവിടെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നുള്ള തരത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ കുപ്പിയും ഹെൽമറ്റും വടിയും ഒക്കെ വലിച്ചെറിഞ്ഞിട്ടും CRPF ജവാന്മാർ പോലും
പോലും ഇത്തരത്തിൽ ഒരു സംയമനം പാലിച്ചത്. അവർക്ക് അവരുടേതായ ഒരു കാലയളവുണ്ട്. അത് കഴിയുമ്പോഴാണ് അവരുടെ രീതി മാറുന്നത്. എന്തായാലും പോലീസ് പോലും അത്തരത്തിൽ ലാത്തി ചാർജോ അല്ലെങ്കിൽ വെടിവെപ്പോ ഒന്നും നടത്തിയിട്ടില്ല. ആദ്യം ഒരു ലാത്തി ചാർജ്, ആ ലാത്തി ചാർജ് പോലും പോലീസ് നടത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അവിടെ എത്രത്തോളം ഈ കഴിവതും അന്തം കമ്മികൾ വലയിലായി. നമ്മൾ ഈ തോട്ടിൽ നിന്നും ആറ്റിൽ നിന്നുമൊക്കെ വലയിട്ട് മീൻ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? വല ആറ്റിലേക്കും തോട്ടിലേക്കും ഒക്കെ വീശി എറിയുമ്പോൾ കഴിവതും മീനുകൾ വന്ന് കയറും. അതുപോലെ തന്നെയാണ് ഒരു വലയിട്ട് വിടുകയായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും കുറേയേറെ അന്തം കമ്മികൾ ഇത്തരത്തിൽ അകത്തേക്ക് പോയി എന്ന് മാത്രമല്ല, അവിടെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായി. അവർക്ക് തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അക്രമം കാണിച്ചതെങ്കിലും പിന്നീട് അവർക്കതിൻ്റെ ദൂഷ്യവശം മനസ്സിലായി, അതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലായി. തങ്ങൾക്ക് ഇനി എന്ന് പുറത്തിറങ്ങാൻ കഴിയുമെന്നറിയാതെ അങ്കലാപ്പിലായിരിക്കണം അവർ. എന്തായാലും നേതാക്കൾക്കും അറിയാം കാര്യങ്ങൾ കൈവിട്ടു പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവരെ വിളിച്ചു വരുത്താൻ പാടില്ലായിരുന്നു. ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത് സമാധാനപരമായിട്ടാണ്. അവരെന്തെങ്കിലും അവിടെ ഒരു അക്രമ സംഭവം കാണിക്കുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ മാത്രം അണികൾ ഇടപെട്ടാൽ മതിയായിരുന്നു. പക്ഷേ സമാധാനപരമായി അവിടെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അണികളൊക്കെ അവിടെ എത്തിയതും റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചതുമൊക്കെ. അപ്പോൾ നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടി അണികളൊക്കെ ഇപ്പോൾ നിശബ്ദരായി. ഇപ്പോൾ ആകെ അവരുടെ വെല്ലുവിളി സമൂഹ മാധ്യമങ്ങൾ വഴിയാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർ വലിയ രീതിയിലൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തകരൊക്കെ ജയിലിലായതിൽ അവർ വലിയ രീതിയിലുള്ള രോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ നിരപരാധികളാണ്, വീരനായകന്മാരാണ് എന്നുള്ള മട്ടിലൊക്കെ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാർക്കൊക്കെ അറിയാം അവരൊക്കെ ആരാണ്, പക്ക ക്രിമിനലുകളാണോ അതോ വീരനായകരാണോ എന്നുള്ള കാര്യമൊക്കെ അറിയാം. എന്തായാലും ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയുടെയും ബന്ധപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും കാര്യക്ഷമമായ ഇടപെടൽ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ ഒരു ഇടപെടൽ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലയിൽ മീൻ അകപ്പെട്ടതുപോലെ കുറേ എണ്ണം ജയിലിലായത്. അതുകൊണ്ട് തന്നെ അന്തം കമ്മികളുടെ അക്രമ സ്വഭാവത്തിന് ഉറപ്പായി മാറ്റമുണ്ടാകും. ആ മാറ്റം ഇപ്പോൾ കാണാനും കഴിയുന്നുണ്ട്. കുറേ പേർ ജയിലിലായപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയിലേക്കാണ്. അവർ ഇനിയിപ്പോൾ സമരം നടത്തിയാൽ പോലും അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. എന്തായാലും അന്തം കമ്മികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പാഠമാണ്. ആ പാഠം പഠിപ്പിക്കാനായിരിക്കണം ആഭ്യന്തരമന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അത്തരത്തിൽ അവിടെ ഒരു സമീപനം സ്വീകരിച്ചത്.